أعوذ بالله من الشيطان الرجيم. والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير. والله فضل بعضكم على بعض في الرزق فما الذين فضلوا براد رزقهم على ما ملكت أيمانهم فهم فيه سواء أفبنعمة الله يجحدون. സൂറത്ത് നഹ്ൽ 70-71 ആയത്തുകളാണ്. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചതും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നതും. നിങ്ങളിൽ ചിലർ പടുവാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നു. അറിവും വിജ്ഞാനവുമൊക്കെ നേടിയതിന് ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. തീർച്ചയായും അള്ളാഹു മാത്രമാണ് എല്ലാം അറിയുന്നവനും എന്തിനും കഴിവുറ്റവനും. ജീവിത വിഭവങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ മികച്ചവരാക്കിയതും അള്ളാഹു തന്നെയാണ്. വിഭവങ്ങളിൽ മികച്ചു നിൽക്കുന്നവർ അവരുടെ കീഴിലുള്ളവർ സമന്മാരാകത്തക്ക രീതിയിൽ അത് വീതിച്ചു കൊടുക്കുന്നില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയാണോ അവർ നിഷേധിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നതും അതേപോലെ തന്നെ അവരെ മരിപ്പിക്കുന്നതും നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളോ വിഗ്രഹങ്ങളോ ദൈവങ്ങളോ ഒന്നുമല്ല. ഈ ലോകസൃഷ്ടാവായ അള്ളാഹു തന്നെയാണ്. മനുഷ്യൻ്റെ ആയുസ് നിശ്ചയിക്കുന്നതും അതേ അള്ളാഹു തന്നെ. അവൻ ഓരോരുത്തർക്കും നിശ്ചയിച്ച ആയുസ് ജീവിതാവധി നീട്ടിക്കൊടുക്കാനോ ചുരുക്കിക്കൊടുക്കാനോ ഒരാൾക്കും കഴിയില്ല. ഓരോ മനുഷ്യക്കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് ജനിക്കുന്നത്. തൻ്റെ മാതാവ്, പിതാവ്, സഹോദരങ്ങൾ ആരാണെന്നോ എന്ന് പോലും അതിനറിയില്ല. എങ്ങനെ ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് തുടങ്ങി വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും പിന്നീട് പലരിൽ നിന്നും പഠിക്കുന്നതാണ്. അങ്ങനെ പിന്നീട് പഠിച്ച് ചിലർ ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അവരാർജിക്കുന്ന അറിവ് തന്നെയും അള്ളാഹു പ്രദാനം ചെയ്ത അറിവുകളാണ്, വിജ്ഞാനങ്ങളാണ്. അങ്ങനെ അവൻ്റെ യൗവനവും വാർദ്ധക്യവും ഒക്കെ പിന്നിട്ട് പടുവാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ എത്തിപ്പെടുന്നതോടുകൂടി അവൻ പഠിച്ചതും ശീലിച്ചതുമൊക്കെ മറന്നു പോവുകയാണ്. ചിലപ്പോൾ സ്വന്തം മക്കളെയും ബന്ധുക്കളെയും പോലും മറന്നു പോകുന്നു. അഥവാ അവന് അള്ളാഹു പ്രദാനം ചെയ്ത ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് അവൻ ഒന്നുമല്ലാതായി തീരുകയാണ്. അതിനാൽ മനുഷ്യൻ ഒരിക്കലും തന്നെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യരുത്. തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സകല കഴിവുകളും, കാണാനും കേൾക്കാനും സംസാരിക്കാനും ചിന്തിക്കാനും പഠിക്കാനുമുള്ള സകല കഴിവുകളും ഒരു നാൾ നഷ്ടപ്പെടുമെന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്നർത്ഥം. മനുഷ്യന് നൽകപ്പെട്ട ബുദ്ധിയും വിവേകവും അറിവും വിജ്ഞാനവും ഒക്കെ പോലെ തന്നെയാണ് അവന് നൽകപ്പെട്ട ധനവും. മറ്റ് ജീവിതോപാധികളും സൗകര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ അളവിലല്ല അവൻ സമ്പത്ത് അല്ലെങ്കിൽ ജീവിത വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ചിലർക്ക് കൂടുതൽ കൊടുക്കുന്നതും ചിലർക്ക് ചുരുക്കി കൊടുക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. യാദൃച്ഛികമായി സംഭവിക്കുന്നതൊന്നുമല്ല. എല്ലാവരെയും സമ്പന്നരാക്കി മാറ്റിയാലുണ്ടാകുന്ന ദുഷ്ഫലങ്ങളെക്കുറിച്ചൊക്കെ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. അള്ളാഹു അവൻ്റെ അടിമകൾക്കെല്ലാം യാതൊരു നിയന്ത്രണവുമില്ലാതെ വിശാലമായിട്ട് അങ്ങനെ വിഭവങ്ങൾ, സമ്പത്തൊക്കെ പ്രദാനം ചെയ്തിരുന്നുവെങ്കിൽ അവർ ഈ ഭൂമിയിൽ അഹങ്കാരികളും ധിക്കാരികളുമായിട്ട് മാറുമായിരുന്നു. അപ്പോൾ സമൂഹത്തിലെല്ലാവരും പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും സഹോദരന്മാരെപ്പോലെ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് സമ്പന്നരെയും സമ്പത്തില്ലാത്തവരെയൊക്കെ അല്ലാഹു തആല ദുനിയാവിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഫീ അംവാലിഹിം ഹഖ്കുൻ ലിസ്സാഇലി വൽ മഹ്റൂം. സമ്പന്നനോട് കൽപ്പിച്ചിട്ടുള്ളത് അവരുടെ ധനത്തിൽ ചോദിച്ചു വരുന്നവർക്ക് അവകാശമുണ്ട്, ജീവിതം വഴിമുട്ടിയവർക്കും അവകാശങ്ങളാണ്, വെറും ദാനമല്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ
കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളതും പരസ്പര ബന്ധം നിലനിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം കൂടിയാണ്. വാഹൃദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.